ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഫുൾ ചിക്കൻ കൊണ്ട് നമ്മളൊരു ഷവായി ഉണ്ടാക്കുന്നതാണ്. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കുക്കറിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായി ഇവിടെ ഒരു ഫുൾ ചിക്കൻ മുറിക്കുകയൊന്നും ചെയ്യാതെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകും ഒരു വലിയ സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇവയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. കൂടാതെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. പിന്നെ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നന്നായി പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ചിക്കനിൽ മസാലയെല്ലാം ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇറച്ചിയൊക്കെയുള്ള ഭാഗത്തൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഇത് മുറിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇത് ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അതിൽ നിന്നും കുറച്ച് അരപ്പ് എടുത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കേണ്ടതുണ്ട്. അത് നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അത് ചെറിയ എരിവ് മാത്രമേ ഉള്ളൂ. ഇനി 3/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വരഞ്ഞ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് മസാല കയറുകയുള്ളൂ. ചിക്കൻ ഇവിടെ നന്നായിട്ട് മസാലയെല്ലാം തേച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കണ്ടേ. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ കാല് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഓടിപ്പോകത്തൊന്നുമില്ല. കെട്ടിയിടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഒന്ന് വേറിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് കെട്ടിടുന്നത്. മെഷീൻ നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ടാൽ മാത്രം മതി. ഇതുപോലെ ചെയ്താൽ നന്നായിട്ട് വേവിച്ചാലും ഇത് ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവറോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ കാല് പുറത്താണ് ഗൈസ്. നമുക്കിത് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ വിസ്താരമായിട്ടുള്ളൊരു കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ കാല് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല തേക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് മതി. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിന് ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടായിട്ട് വരും. ബാക്കി വെള്ളം നമുക്ക് സ്റ്റോക്ക് വേണം, കളയരുത്. നമുക്ക് കുക്കർ അടച്ച് വെക്കാം. എന്നിട്ടൊരു 3-4 വിസിൽ നമുക്ക് അടിച്ചെടുക്കണം. അതവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു വലിയ സവാളയും ഒരു വലിയ ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പിൽ നിന്നും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് വേവ് ആയിട്ടുണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വേവിക്കേണ്ടി വരും. ഇതിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള പാനിലേക്ക് ഈ ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ പുഴുങ്ങിയെടുത്തൊരു ചിക്കനാണ്. ഇത് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് എണ്ണയിലിട്ട് മുരിച്ചിട്ട് ഫ്രൈ ചെയ്ത് ചിക്കനാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഓരോ ഭാഗവും ഇങ്ങനെ മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിൽ കിടക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കളറൊക്കെ വരുന്നത് വരെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. കൂടുതൽ വഴഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതി. ഇങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒന്നും അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ഒക്കെ ഒരു പകുതി വേവേ ആക്കിയെടുക്കുന്നുള്ളൂ. അതിനു വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഫുഡ് കളറിനൊക്കെ പകരം ഇത് ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാം.
ഇടയ്ക്കൊന്നത് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസാണ്, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി സോസാണ്, ഇത് കച്ചപ്പാണ്. നമ്മുടെ ചിക്കന് നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്ന് കിട്ടുന്ന ഒരു സ്പൈസി ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് ചേർത്താലും മതി, ഇത് ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ സോസുകളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇടാനുള്ളതാണ്. ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാലയും ചേർക്കാം. നമ്മൾ ഇളക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം ചേർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്ക് മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ എല്ലാ മസാലയും ചേർന്ന് കിട്ടത്തുള്ളൂ. ഇതിൽ വെള്ളം വറ്റി കിട്ടിയപ്പോൾ ഞാനിതിലേക്ക് കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ എത്രത്തോളം ഇങ്ങനെ വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നോ അത്രയും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചു വിട്ടുട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലോട്ട് എരിവും പുളിയൊന്നും ചേരത്തില്ല. കുറച്ച് ടൈം എടുത്തിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇതിൽ മസാല ചേർന്ന് ഇട്ടിട്ടുണ്ട്. അധികം ഉടഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, കാണുന്ന അതേ ഒരു ഭംഗി കഴിക്കാനും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബായ്.